അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ച വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് വീടിൻ്റെ അടുക്ക് തന്നെയില്ലേ ഒരു തുരങ്കമുണ്ട്, ഈ തുരപ്പ് എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ കാസർഗോഡ് ഈ തുരങ്കത്ത് കുറേ കൂടുതലാണ്. അപ്പോൾ വെള്ളം എടുക്കുന്ന ആ ഒരു തുരപ്പിലേക്കാണ് നമ്മൾ ഒന്ന് പോകാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ തുരപ്പിനെ പോലെയല്ല നമ്മളെ തുരപ്പ് എന്ന് വെച്ചാൽ ഒരു 4 തുരപ്പ് അതിൻ്റെ അകത്തുണ്ട്. തുരപ്പ് എന്നാണ് നമ്മൾ ഈ നാട്ടിലെല്ലാം പറയുന്നത്, അതുകൊണ്ടാണ് തുരങ്കത്തിനെ തുരപ്പ് എന്ന് പറയുന്നത്. വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ മഴയെല്ലാം പെയ്തിട്ട് ഇങ്ങനെ കാടെല്ലാം പിടിച്ചിട്ടാണ് ഇല്ലത്. അപ്പോൾ ഇത് തുരപ്പിൻ്റെ മുമ്പ് ഭാഗമാണ്. ഇപ്പോൾ ഈ മഴയെല്ലാം പെയ്ത് കാടെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ മണ്ണെല്ലാം ചിലപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഇടിഞ്ഞ് വീകാനെല്ലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് ഇങ്ങനെ വെള്ളം വരുന്നൊന്നുണ്ടായിട്ടാണ് കുറേ ആയിട്ട്. അപ്പോൾ എന്താണെന്ന് പ്രശ്നമൊന്നുമില്ലല്ലോ നോക്കാൻ വെച്ചിട്ട് പോയതാണ്. കണ്ട മണ്ണെല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് വീകാനായിട്ട് മണ്ണെല്ലാം കുറേ ഇടിഞ്ഞ് വീണിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഭാഗം ഇങ്ങനെ മഴയെല്ലാം പെയ്ത് കാടെല്ലാം പിടിച്ച് കുറച്ചിങ്ങനെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ തുരപ്പിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ മെഴുകുതിരിയോ ടോർച്ചോ അങ്ങനെ ഫ്ലാഷ് എല്ലാം മാത്രമേ എടുത്തുകൂടൂ. ഈ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന സാധനമൊന്നും എടുത്തിട്ട് ആരും പോകാൻ വേണ്ടി ഒന്നുകൂടാ. ഈ പാമ്പെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ തുരപ്പ്. അച്ഛനെല്ലാം പണിയെടുത്ത് തന്നെയാണ് ഇത് പണ്ടപ്പോൾ. ഞാനെല്ലാം ജനിക്കുന്നതിന് മുമ്പായിട്ടായിരിക്കും. ഇത് കറക്റ്റ് ഒരാൾക്ക് പോകേണ്ട വഴി അത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഒരാൾക്ക് എനിക്കിപ്പോൾ നേരെ കടന്ന് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ട്, എനിക്ക് നേരെ തന്നെ പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിന്. ഇപ്പം അങ്ങനെ പറ്റുന്നില്ല, ചെരിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഞാനിപ്പോൾ അമ്മേൻ്റെ കൈമേലെ ഫോണ് ആണ് എടുത്തിട്ടുള്ളത് ഫ്ലാഷ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെല്ലാം ഇങ്ങനെ വേഗം പോവായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് കയറുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, വെള്ളം നോക്കാൻ വന്നേ. അപ്പോൾ മെല്ലെ എല്ലാ ഭാഗത്തും അടിച്ച് പാമ്പൊന്നുമില്ല, മറ്റ് ജീവിയൊന്നുമില്ല. ചിലപ്പോൾ മുള്ളം പന്നിയെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ വെള്ളം എന്തായിട്ടും അവിടെ നിന്ന് നിറഞ്ഞ് മറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വേനൽക്കാലത്ത് വെള്ളമൊന്നും ഒട്ടും ഉണ്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എന്തായിട്ടും പോയി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇതേ ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ അതേപോലെ അടിവശത്തും എന്തുണ്ട്, ഒരു തുരപ്പുണ്ട്, ഒരു തുരങ്കമുണ്ട് നേരെ അടിയിൽ. അപ്പോൾ നമ്മൾ മെല്ലെ പോവാം. നമ്മൾ ചവിട്ടുന്ന വയ്യെല്ലാം ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. അപ്പോൾ വലിയ ധൈര്യം ഇല്ല. ചിലപ്പോൾ ഒരു വശം ചിലപ്പോൾ ഇടിഞ്ഞു പോയാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഈ തുരപ്പ് വെച്ചാൽ കുറച്ച് ചെരിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ 2 സൈഡും നമ്മളെ മേലെല്ലാം ഉരച്ചും തടിയിലവർക്കെല്ലാം വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ എത്താനായി. ഇതിപ്പോൾ ഈടെ നല്ല ഇരുട്ടാണ്. നമുക്കൊന്നങ്ങനെ ഈ വെളിയെ അടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തുരപ്പിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞിന് 4 തുരപ്പുണ്ട്. ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. വലത്തെ വശത്തേക്ക് മുകളിലേക്കായിട്ടൊരു തുരപ്പുണ്ട്. പിന്നെ ഇടത് വശത്തേക്ക് ഒരു തുരപ്പുണ്ട്. അതേപോലെ ഇതിൻ്റെ അടിവശം ഇതിപ്പം മഴ ഒന്നും ഇടിഞ്ഞിട്ടായില്ലത്. ഇത് താഴത്തെ തുരക്ക് ഞാൻ ഇതിൻ്റെ അടിയിലുണ്ട് പറഞ്ഞ തുരപ്പിലേക്ക് പോകേണ്ട വഴിയാണ്. അതേപോലെ അപ്പുറത്തേക്ക് നമുക്ക് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നൊരു ഉറവ് കൂടി ഉണ്ട് അതിന്. ഇതാണ് ഇപ്പം നമ്മൾ നിലവിൽ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം എടുക്കുന്ന ആ ഒരു ഉറവ് വരുന്ന സ്ഥലം. അപ്പോൾ മഴയെല്ലാം പെയ്ത് വെള്ളമെല്ലാം എന്തായിട്ടും ആയിട്ടുണ്ട്. വെള്ളം എന്തായിട്ട് നിറഞ്ഞ് മറിയുന്നതാണ്. ഇത്രയൊന്നും വെള്ളം ഈ വേനൽക്കാലത്ത് നേരത്തെ ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ അറിയില്ല, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പൈപ്പ് ഇട്ടിട്ടാണ് പുറത്തേക്ക് വെള്ളം എടുക്കുന്നത്. ഇത് മഴ പെയ്ത് മണ്ണെല്ലാം നിറഞ്ഞിട്ട് അത് അടഞ്ഞിട്ടായില്ലത്. ഇപ്പം അച്ഛനാടുന്ന് പൈപ്പ് മെല്ലെ ഇങ്ങോട്ട് ഊതി നോക്കിയിട്ടാകുമ്പോൾ എല്ലാ എയർ വന്നാണ് ഇപ്പം നമ്മൾ കണ്ടേ. പിന്നെ ഫുള്ള് ഇരുട്ടായിരിക്കും. നമ്മൾ ലൈറ്റൊന്ന് മാറ്റി നോക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ വരുന്നത്. ഫുള്ള് നല്ല ഇരുട്ടായിട്ട് നമ്മളെ ഉറവ കുറച്ചും കൂടി മുമ്പിലാണ്. അപ്പോൾ ആടുന്ന് മുമ്പിലേക്ക് വെള്ളം വരുന്നതാണ്. ഈ മുകളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന വെള്ളം. അതായത് കിണർ പോലെ തന്നെ താഴേക്ക് കുഴിക്കുന്നതിന് പകരം നമ്മൾ നേരെ ഒരു മല തുരന്ന് എടുക്കുന്നതാണ് ഈ തുരങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ 4 വഴിയില്ല തുരങ്കം. ഇതേപോലെ ഇതിൻ്റെ അടിയിലും ഇടത്തെ സൈഡ് വലത്തെ സൈഡെല്ലാം ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ എല്ലാ കുടിവെള്ളമായിട്ട് എടുക്കുന്നത് വീട്ടിലേക്ക്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലും വെള്ളം ഈ സമയത്ത് കിട്ടും, മഴക്കാലത്ത്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു 3 തുരങ്കം ഇല്ലതുകൊണ്ട് വേനൽക്കാലമാകുമ്പോൾ ഇതിൽ തുറവെല്ലാം താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ആ താഴത്തെ തുരപ്പത്തിരിക്കും
വെള്ളം എടുക്കുന്നത്. പിന്നെ ഇത് മണ്ണെല്ലാം കുറച്ചധികം ആയിട്ടുണ്ട്. പിന്നെ ആ കട്ട വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇതിൽ ചവിട്ടാതെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ. ഇതിപ്പോൾ നമുക്ക് എന്തായിട്ടും മുമ്പിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല, വെള്ളമെല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണൂല വെളിച്ചം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായിട്ടും പുറത്തുനിന്നില്ല ആ ഒരു വെളിച്ചം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അച്ഛനവിടെ നിൽക്കുന്നത് വെച്ചാൽ പൈപ്പിലെ വെള്ളം ഇങ്ങനെ തുറന്ന് നോക്കണം ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ആളത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. എന്തായിട്ടും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആളെന്നെ നിൽക്കുന്നത് വെച്ചാൽ ചെരിഞ്ഞ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആ ഫ്രണ്ടിൽ കുറച്ച് വീതിയുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതോറാണ് വീതി കുറവ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നിട്ട് അത് ശരിയാക്കുന്നതായിരുന്നു. അപ്പോൾ ശരി എന്നാൽ, വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം.